ഏറെ വിവാദമായ 3 കാർഷിക നിയമങ്ങൾ. അതിന്മേൽ കർഷകരുടെ സമരം കഴിഞ്ഞ 1 വർഷക്കാലമായി രാജ്യം കണ്ടു. ഇന്ന് ആ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്ന ബിൽ പാർലമെന്റ് പാസാക്കിയ ദിനം. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മറികടന്ന് ചർച്ച കൂടാതെയാണ് ലോക്സഭയും രാജ്യസഭയും ബിൽ അംഗീകരിച്ചത്. ചർച്ച കൂടാതെ ബില്ല് പാസാക്കിയ നടപടി കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ അജണ്ട വ്യക്തമാക്കുന്നതായി കോൺഗ്രസ് കുറ്റപ്പെടുത്തി. മാസങ്ങളോളം പ്രക്ഷോഭ കൊടുങ്കാറ്റ് രാജ്യത്തുയർത്തിയ 3 നിയമങ്ങളും പിൻവലിക്കാൻ മിനിറ്റുകളാണ് ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും വേണ്ടിവന്നത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനായി കൊണ്ടുവന്ന ബില്ലിൽ വിശദമായ ചർച്ച വേണമെന്ന പ്രതിപക്ഷ നിർദ്ദേശം തള്ളിയായിരുന്നു നടപടികൾ. പിൻവലിക്കാനായി അവതരിപ്പിച്ച ബിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് നൽകിയ ഉറപ്പിന്റെ ഭാഗമായതുകൊണ്ട് മറ്റ് ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. നടപടിക്രമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനമാണ് ചർച്ചകളില്ലാതെ ബില്ല് പാസാക്കാനുള്ള തീരുമാനമെന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. മാസങ്ങളോളം തെരുവുകളിൽ സമരം ചെയ്ത കർഷകരുടെ വികാരം സഭയിൽ പ്രതിഫലിപ്പിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട്. ഈ അവകാശത്തെ ചർച്ച വേണ്ടെന്ന തീരുമാനത്തിലൂടെ സർക്കാർ അപമാനിച്ചു. ये बिल किसानों के हित में नहीं है और किसानों के विरोध में है. इससे किसानों को कोई फायदा नहीं होगा. इसलिए इस बिल को आप वापस लीजिए. ऐसा 1 साल 3 महीने से ये एजिटेशन चल रहा था. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ റിപ്പീൽ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി കൈമാറി. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ 3 കാർഷിക നിയമങ്ങളും പ്രാബല്യത്തിലല്ലാതാകും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതിനായുള്ള ബിൽ ഇരുസഭകളും പാസാക്കിയിരിക്കുകയാണ്. ഈ വിഷയമാണ് ഇന്ന് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. പാർലമെന്റിൽ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന് ഭയമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. ഭയമോ ചർച്ചയെ? എൻകൗണ്ടർ കാണാം രാത്രി 8 മണിക്ക് KR ഗോപികൃഷ്ണനൊപ്പം. വർഷകാല സമ്മേളനത്തിൽ രാജ്യസഭയിലുണ്ടായ പ്രതിഷേധത്തിൽ 12 എംപിമാരെ സർക്കാർ പ്രമേയം അവതരിപ്പിച്ച് സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ നിന്നുള്ള എളമരം കരീം, ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ പരിഹസിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ജനാധിപത്യത്തിന്റെ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളണം. പാർലമെന്റ് നടപടികൾ സ്തംഭിപ്പിക്കരുത്. ഏതു വിഷയവും ചർച്ച ചെയ്യാം. എല്ലാ ചോദ്യത്തിനും സർക്കാരിന്റെ പക്കൽ വ്യക്തമായ മറുപടിയുണ്ട്. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഇങ്ങനെ: സർക്കാർ हर विषय पर चर्चा करने के लिए तैयार है, खुली चर्चा करने के लिए तैयार है. सरकार हर सवाल का जवाब देने के लिए तैयार है. തൊട്ടു പിന്നാലെ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള ബില്ല് അവതരിപ്പിച്ചപ്പോൾ സർക്കാർ പാർലമെന്റിൽ പ്രഖ്യാപിത നിലപാട് മറന്നു. ബില്ലിൽ ചർച്ചയില്ല. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾ പ്രസക്തവുമല്ല. ചർച്ചകൾ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പാർലമെന്റ് എന്തിനാണെന്നാണ് ഇക്കാര്യത്തിലെ രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ये कानून रद्द किए गए बिना कोई डिस्कशन. पार्लियामेंट में इसके बारे में चर्चा नहीं होने दी. ये दिखाता है कि सरकार डिस्कशन से डरती है. പ്രതിപക്ഷവുമായി ഏറ്റുമുട്ടലിന് തയ്യാറാണെന്ന് വ്യക്തമാക്കി 12 എംപിമാരെ രാജ്യസഭയിൽ നിന്ന് പുറത്താക്കാനുള്ള പ്രമേയം അവതരിപ്പിച്ച് സർക്കാർ പാസാക്കി. കേരളത്തിൽ നിന്നുള്ള എളമരം കരീം, ബിനോയ് വിശ്വം അടക്കമുള്ളവർക്കെതിരെയാണ് ശേഷിച്ച സമ്മേളനകാലത്തേക്ക് നടപടി. കഴിഞ്ഞ സഭയിൽ കാർഷിക നിയമങ്ങൾ വന്നപ്പോൾ അതിനെ എതിർത്ത് പാർലമെന്റിൽ ശബ്ദമുയർത്തിയതാണ് ഞങ്ങൾ ചെയ്ത കുറ്റം. ഒരു സഭയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് മറ്റൊരു സഭയിൽ സെഷനിൽ നടപടിയെടുക്കുക എന്ന രീതി ഇന്ത്യൻ പാർലമെന്റിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ സഭയിലെ നിലപാടുകൾ വിഷയമാക്കിയ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിൽ ഇരുസഭകളും ആദ്യ ദിനം തന്നെ പ്രക്ഷുബ്ധമായി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. രാജ്യസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിക്ക് ജയം. UDF സ്ഥാനാർത്ഥി ശൂരനാട് രാജശേഖരനെ 96 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. ജോസ് കെ മാണിയുടെ പ്രതികരണം തത്സമയം. ഈ വിജയത്തിന് ഇടതുപക്ഷ നേതൃത്വത്തോടും ജനപ്രതിനിധികളോടും ഇടതുപക്ഷ പ്രവർത്തകരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഇന്ത്യ രാഷ്ട്രീയം നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നുപോവുകയാണ്. നമ്മൾ നിയമനിർമ്മാണങ്ങൾ കേന്ദ്രത്തിൽ NDA സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓരോ നിയമനിർമ്മാണങ്ങളും ഓരോ നിയമ ഭേദഗതികളുമൊക്കെ പലപ്പോഴും അതിൻ്റെ ഹിഡൻ അജണ്ട തന്നെ നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ, ജനാധിപത്യത്തെ കവർന്നെടുക്കുന്ന, തകർക്കുന്ന രീതിയിലുള്ളതാണ്. നമുക്കറിയാം, കർഷക സമരം
ഒരു ചരിത്ര വിജയമായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ പാർലമെൻ്റ് അകത്ത് ഇടപെടലുകൾ കൂടുതൽ പ്രസക്തമാകുകയാണ്. ഇന്ന് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഇന്ന് വിപുലീകരിക്കുകയാണ്. കൂടുതൽ ഇന്ന് ആയിരക്കണക്കിന് പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം അതിൻ്റെ ഭാഗമായി കഴിഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ അതിൻ്റെ സംഘടനാ രീതിയിൽ വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നു വരുന്നു. അത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ സംഘടനാപരമായി വാർഡ് തലം മുതൽ സംസ്ഥാന തലത്തിൽ വരെയുള്ള തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണ്. വിവിധ മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തക ജനങ്ങളാണ് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. ഇതെല്ലാം തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ അത് വലുതാക്കുന്നതാണ്. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ഈ വിജയത്തിൽ കൂടുതൽ കേരളത്തിന് വേണ്ടി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും. പാലായിൽ മുഴുവൻ സമയവും അവിടെ തന്നെ ഉണ്ടാകും. പാർലമെൻ്റ് ഉള്ളപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്യും. നേരത്തെ തന്നെ പാർലമെൻറ്റ് അംഗമായിരുന്നു. അന്നേരവും ഏറ്റവും കൂടുതൽ പ്രവർത്തനം, ഏറ്റവും കൂടുതൽ വികസനം നടത്തിയതും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ്, ഏറ്റവും കൂടുതൽ പാലായിലുമാണ്. അത് ചരിത്രം എടുത്ത് നോക്കിയാൽ, പുറകോട്ട് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ ആ മേഖലയിൽ നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ യാഥാർത്ഥ്യമുണ്ട്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ജോസ് കെ മാണിയുടെ പ്രതികരണമാണ് നമ്മൾ തത്സമയം കണ്ടത്. 125 MLA-മാരാണ് ഇന്ന് വോട്ട് ചെയ്തത്. LDF-ന്റെ ഒരു വോട്ട് അസാധുവായി. കേരള കോൺഗ്രസ് എം UDF വിട്ട് LDF-ലെത്തിയതോടെ ജനുവരി 11-നാണ് ജോസ് കെ മാണി രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ചത്. ഇതേ സീറ്റിലേക്ക് LDF സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി വീണ്ടും മത്സരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ കൗതുകം. തനേഷ് തമ്പി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. തനേഷ് തമ്പി, തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പായിരുന്നു, എന്നാൽ ഇപ്പോൾ ഒരു വോട്ട് അസാധുവായത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം ബാക്കിയാണല്ലോ. എങ്ങനെയായിരുന്നു ഇന്നത്തെ വോട്ടെടുപ്പും വോട്ടെണ്ണലുമൊക്കെ? സുജയ, ഇന്ന് ആകെ പോൾ ചെയ്തത് 137 വോട്ടുകളാണ്. 140 MLA-മാരാണ് നിയമസഭയിലുള്ളത്. ഇതിൽ TP രാമകൃഷ്ണൻ, P മമ്മിക്കുട്ടി എന്നീ LDF അംഗങ്ങൾ വോട്ടെടുപ്പിനെത്തിയില്ല. PT തോമസ് UDF-ൽ നിന്നും വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നില്ല. അങ്ങനെയാണ് 137 പേർ വോട്ട് ചെയ്തത്. ഇതിൽ ഒരു വോട്ടാണ് അസാധുവായത്. അതേച്ചൊല്ലി നേരിയ തർക്കം ഇന്നത്തെ ഈ വോട്ടെണ്ണൽ സമയത്ത് ഉണ്ടായിരുന്നു. അത് LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ബാലറ്റാണ് അസാധുവായത്. അത് LDF സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ 1 എന്ന് എഴുതേണ്ടതിന് പകരം ചിത്രത്തെ പോലെ എന്തോ കോറിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അസാധുവാകാൻ കാരണം. ഇക്കാര്യത്തിൽ UDF ചലഞ്ച് ചെയ്യുകയായിരുന്നു. അതിനെ തുടർന്ന് വരണാധികാരി കൂടിയായ നിയമസഭാ സെക്രട്ടറി വോട്ട് അസാധുവാകുന്നതായി പ്രഖ്യാപിച്ചു. അങ്ങനെ 96 വോട്ടുകൾ നേടിയാണ് ജോസ് കെ മാണി വിജയിച്ചത്. 40 വോട്ടുകൾ UDF-ന് ലഭിച്ചു. UDF-ന്റെ സ്ഥാനാർത്ഥി ശൂരനാട് രാജശേഖരനായിരുന്നു. ഏതായാലും അതിനുശേഷം ഈ വിജയം ഉറപ്പായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം 99 അംഗങ്ങൾ LDF-ന് മാത്രം ഉണ്ട്. ആ സാഹചര്യത്തിൽ 41 അംഗങ്ങൾ മാത്രമുള്ള UDF-ന് വിജയിക്കുക എന്നുള്ളത് സാധ്യമായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള, അതായത് ഇപ്പോൾ സംഭവിച്ചതുപോലെ അസാധുവാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലുള്ള എന്തെങ്കിലും കൗതുകകരമായ കാര്യം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ഏതായാലും അക്കാര്യം സംഭവിച്ചിരിക്കുന്നു. ഏതായാലും അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളുമായി ജോസ് കെ മാണി സംസാരിച്ചു. വിജയത്തിന് LDF-ന്റെ നേതൃത്വത്തോടും ജനപ്രതിനിധികളോടും പ്രവർത്തകരോടും നന്ദി അദ്ദേഹം പറഞ്ഞു. പാർലമെന്റിലെ ഇടപെടലുകൾ കൂടുതൽ പ്രസക്തമാകുന്ന കാലമാണ്. കേരളത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദമായി പാർലമെന്റിൽ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ പാലായിൽ മുഴുവൻ സമയവും ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത്. ശരി, തനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജ്യസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് ജയം. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, തീവ്രവ്യാപന ശേഷിയുള്ള കോവിഡിന്റെ പുതിയ വകഭേദം വിദേശത്ത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം കനത്ത ജാഗ്രതയിലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശപ്രകാരമുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് 14 ദിവസം ക്വാറന്റൈൻ ഉണ്ടാകും. ജനിതക ശ്രേണീകരണം തുടരുന്നതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തും ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. വിദേശത്തു നിന്നെത്തുന്നവരെ കാര്യക്ഷമമായി നിരീക്ഷിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് സംസ്ഥാനം മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. 4 വിമാനത്താവളങ്ങളിലും പരിശോധന കർശനമാക്കി. 11 രാജ്യങ്ങളാണ് ഹൈറിസ്ക് കാറ്റഗറിയിൽ. ഇവിടങ്ങളിൽ നിന്ന് വരുന്നവരുടെ ക്വാറന്റൈൻ കർശനമാക്കും. വിദേശത്തു നിന്ന് പുറപ്പെടും മുൻപും വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞും 7 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞും RT-PCR പരിശോധന നിർബന്ധമാക്കും. പോസിറ്റീവാണെങ്കിൽ പ്രത്യേകം സജ്ജമാക്കിയ വാർഡിലേക്ക് മാറ്റും.
പോസിറ്റീവ് കേസുകൾ ജനിതക ശ്രേണീകരണത്തിന് നൽകും. ആദ്യ 7 ദിവസത്തെ നിരീക്ഷണത്തിനു ശേഷം നെഗറ്റീവായാലും വീണ്ടും 7 ദിവസം കൂടെ ക്വാറന്റൈൻ തുടരണം. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ 5% പേർക്ക് റാൻഡം പരിശോധന നടത്തും. സംസ്ഥാനത്ത് പുതിയ വകഭേദം കണ്ടെത്തിയിട്ടില്ലെന്നും കനത്ത ജാഗ്രത വേണമെന്നും ആരോഗ്യമന്ത്രി. ഈ ജനിതക ശ്രേണീകരണം നമ്മൾ തുടർച്ചയായി നടത്തി വരുന്ന ഒരു പ്രവർത്തനമാണ്. പക്ഷേ പുതിയ വേരിയന്റ് നമ്മുടെ സംസ്ഥാനത്ത് കണ്ടെത്തിയിട്ടില്ല. പ്രത്യേകിച്ച് പറയാനുള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ജാഗ്രത വേണമെന്നുള്ളതാണ്. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കോവിഡ് വിദഗ്ധ സമിതി ഇന്ന് യോഗം ചേരും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോവിഡ് അവലോകന യോഗം നാളെ ചേരാനും തീരുമാനിച്ചു. 2ാം ഡോസ് വാക്സിൻ എടുക്കാൻ വൈമുഖ്യം കാട്ടരുത്. സമയപരിധി കഴിഞ്ഞിട്ടും 2ാം ഡോസ് എടുക്കാത്തവരെ ആരോഗ്യ പ്രവർത്തകർ നേരിട്ടു കാണും. ഇനിയും വാക്സിനേഷൻ പൂർത്തിയാക്കേണ്ട അധ്യാപകർക്ക് പ്രത്യേക ക്രമീകരണം ആവശ്യമെങ്കിൽ ഒരുക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. ഒമിക്രോൺ പല രാജ്യങ്ങളും സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജാഗ്രത കൈവിടരുതെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മുംബൈ താനെയിലെത്തിയ 32കാരന് കോവിഡ് പോസിറ്റീവ് ആയതോടെ സാമ്പിൾ ജീനോം സീക്വൻസിംഗിന് അയച്ചു. ഈ മാസം 24-ന് ഡൽഹി വഴിയാണ് ഇദ്ദേഹം രാജ്യത്തെത്തിയത്. കൂടുതൽ രാജ്യങ്ങളിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ ഡൽഹി സർക്കാർ വിളിച്ച ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് വൈകിട്ട് യോഗം ചേരും. ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ വ്യോമയാന മന്ത്രാലയ ഉദ്യോഗസ്ഥരും പങ്കെടുത്തേക്കും. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 8309 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 236 പേർ മരിച്ചു. ദക്ഷിണാഫ്രിക്കൻ സ്വദേശിയുടെ കോവിഡ് സാമ്പിൾ ഇപ്പോൾ കൂടുതൽ പരിശോധനകൾക്കായി ICMR-ലേക്ക് അയച്ചിരിക്കുകയാണ്. ഇന്നത്തെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ പരിശോധനകളിൽ കോവിഡ് ബാധിതരെന്ന് കണ്ടെത്തിയത് 3382 പേരെയാണ്. 5779 പേർ രോഗമുക്തരായി. അതായത് രോഗികളെക്കാൾ കൂടുതൽ രോഗമുക്തരാണ് ഇന്നത്തെ ദിവസവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 59 മരണം കൂടി കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ TPR വരുന്നത് 7.57%. പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം 50,000-ന് താഴെയാണ്. 44,638 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 50,000-ന് താഴെയാണ്. ഇപ്പോഴും 44,487 പേർക്ക് കൂടി കോവിഡ് ഭേദമാകാനുണ്ട്. മഹേഷ് ജോൺ മാത്യു തിരുവനന്തപുരത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. ഗുഡ് ഈവനിംഗ് മഹേഷ്. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ട് വരുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? സുജയ, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച പ്രതിദിന രോഗികളുടെ എണ്ണവും TPR-ഉം കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇന്നത്തെ TPR 7.57 എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇത് 9% മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് 3382 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്, 666. തിരുവനന്തപുരത്ത് 527 പേർക്കും കോഴിക്കോട് 477 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലത്ത് 259 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 44,638 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8% താഴേക്ക് വന്നത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും ഇന്നത്തെ മറ്റ് കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ന് 59 മരണങ്ങളാണ് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ 58 മരണങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടാതിരുന്നതും പട്ടികയോടൊപ്പം ചേർക്കുമ്പോൾ സംസ്ഥാനത്തെ ആകെ മരണം 39,955 എന്ന വലിയ കണക്കിലേക്കും മാറിയിരിക്കുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 8 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 3,103 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 241 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. അതേസമയം തന്നെ 30 ആരോഗ്യ പ്രവർത്തകർ കൂടി ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. ഏറ്റവും ആശ്വാസകരമായ വാർത്തയെന്ന് പറയുന്നത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,779 പേർ രോഗമുക്തി നേടി എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് TPR-ഉം പ്രതിദിന രോഗികളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജയ, ശരി. മഹേഷ് ജോൺ മാത്യു ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാര വിതരണത്തിന് രാജ്യവ്യാപകമായി ഏകീകൃത സംവിധാനം വേണമെന്ന് സുപ്രീം കോടതി. എല്ലാ രേഖകളും ഓൺലൈനായി സമർപ്പിക്കുന്ന സംവിധാനം ഉണ്ടാകണം. നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷകളുടെ കുറവിൽ കോടതി ആശങ്ക രേഖപ്പെടുത്തി. അതേസമയം പ്രത്യേക ഓൺലൈൻ പോർട്ടൽ വികസിപ്പിക്കുന്നതിന് കേരള മോഡൽ ഇല്ലെന്ന് പറഞ്ഞ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഗുജറാത്ത് മോഡൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാര വിതരണവുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ ഗൗരവ് കുമാർ ബൻസൽ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. നഷ്ടപരിഹാരത്തിനായി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന അപേക്ഷകളുടെ എണ്ണത്തിലെ കുറവ് ജസ്റ്റിസ് MR ഷാ അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പദ്ധതി സംബന്ധിച്ച് കാര്യമായ പ്രചാരണം സംസ്ഥാനങ്ങൾ നടത്താത്തതാകാം കാരണമെന്ന് കോടതി നിരീക്ഷിച്ചു.
നഷ്ടപരിഹാര വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിന് കൈമാറണം. പ്രത്യേക ഓൺലൈൻ പോർട്ടൽ വികസിപ്പിക്കുന്നതിൻ്റെ ആവശ്യവും കോടതി പരാമർശിച്ചു. ഗ്രാമത്തിലുള്ളവർക്ക് നഗരങ്ങളിൽ എത്തേണ്ട സാഹചര്യവും കളക്ടറേറ്റുകളിലെ നീണ്ട ക്യൂവും ഒഴിവാക്കാൻ കഴിയും. കേരളമടക്കം സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയക്കുമെന്നും സത്യവാങ്മൂലം ആവശ്യപ്പെടുമെന്നും കോടതി വ്യക്തമാക്കി. എല്ലാ സംസ്ഥാനങ്ങളെയും കേട്ട ശേഷം ഉത്തരവിറക്കാമെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം പോർട്ടൽ വിഷയത്തിൽ കേരള മോഡൽ ഇല്ലെന്നും ഗുജറാത്ത് മോഡൽ പരിഗണിക്കണമെന്നും ഗുജറാത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞു. അടുത്ത തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുമെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ഈ സമയത്തിനകം പോർട്ടൽ വികസിപ്പിക്കാൻ ഗുജറാത്തിന് നിർദ്ദേശം നൽകി. MB പ്രദീപ് കുമാർ, 24 ഡൽഹി. മൊബൈൽ ഫോൺ മോഷ്ടിച്ചുവെന്നാരോപിച്ച് ആറ്റിങ്ങലിൽ പിങ്ക് പോലീസ് 8 വയസ്സുകാരിയെയും അച്ഛനെയും പരസ്യ വിചാരണ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥയ്ക്കെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. ദൃശ്യങ്ങൾ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുവെന്നും പോലീസ് ഉദ്യോഗസ്ഥ ഒരു സ്ത്രീയല്ലേ എന്നും കോടതി ചോദിച്ചു. സംഭവത്തിൽ DGPയോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. പിങ്ക് പോലീസിന്റെ പരസ്യ വിചാരണ ദൃശ്യങ്ങൾ കണ്ട ശേഷമാണ് കോടതിയുടെ വിമർശനം. ദൃശ്യങ്ങൾ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ട കോടതി മകളുള്ള ഒരച്ഛനും ഇത് സഹിക്കാനാകില്ലെന്ന് തുറന്നടിച്ചു. സംഭവ സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥ മാപ്പ് പറഞ്ഞെങ്കിൽ വിഷയം അവിടെ തീർന്നേനെ. അതിന് തയ്യാറല്ലാത്തതാണ് കാക്കിയുടെ പ്രശ്നം. പോലീസുകാരെ എതിർത്ത് സംസാരിച്ചാൽ പൗരന്മാർക്കെതിരെ കള്ളക്കേസെടുക്കും. ഇതൊക്കെ കൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യുന്നതെന്നും ഇത് കാക്കിയുടെ അഹന്തയാണെന്നും കോടതി വിമർശിച്ചു. അതേസമയം യൂണിഫോമിൽ ഇല്ലായിരുന്നുവെങ്കിൽ ആ പോലീസുകാരിക്ക് തല്ലുകൊണ്ടേനെയെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി സ്ഥലം മാറ്റം ഇത്തരക്കാർക്കുള്ള ശിക്ഷാ നടപടിയായി കാണാനാകില്ലെന്നും വ്യക്തമാക്കി. അതേസമയം DGPയോട് കോടതി വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസുകാരിയെ സ്ഥലം മാറ്റിയതിന്റെ കാരണം വ്യക്തമാക്കണമെന്നും കുട്ടിയുടെ ചികിത്സാ വിവരങ്ങൾ സീൽ ചെയ്ത കവറിൽ നൽകാനും നിർദ്ദേശിച്ചു. കേസ് ഡിസംബർ 7-ന് വീണ്ടും പരിഗണിക്കും. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. സഹകരണ ബാങ്കുകളിലെ RBI നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ടെന്നും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. RBIയുടെ നീക്കങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ജനങ്ങളെ വസ്തുത ബോധ്യപ്പെടുത്തുമെന്നുമായിരുന്നു സഹകരണ മന്ത്രി VN വാസവന്റെ പ്രതികരണം. അതേസമയം വിഷയത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിനായി ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ സഹകരണ സംരക്ഷണ സമിതി രൂപീകരിച്ചു. സഹകരണ മേഖലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന RBI സർക്കുലറിലെ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് ബാധകമായിരിക്കില്ലെന്ന RBI പരസ്യമടക്കം ജനങ്ങളെ ആശങ്കയിലാക്കിയെന്നാണ് പൊതുവിലയിരുത്തൽ. ഈ ഘട്ടത്തിലാണ് സഹകരണ ബാങ്കുകളിലെ RBI നിയന്ത്രണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയത്. സഹകരണ മേഖലയെ തകർക്കാൻ വരുന്നവരുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നീക്കങ്ങൾ വളരെ ശക്തമാണ്. ആ നീക്കം ആരോഗ്യകരമായതല്ല. ഏതെല്ലാം രീതിയിൽ കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കാനാകും എന്താണ് നോട്ടം. പല ശ്രമങ്ങളും നേരത്തെ നടന്നിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ നിലപാട് നിയമത്തെ വെല്ലുവിളിക്കുന്നതെന്ന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന് സഹകരണ മന്ത്രി VN വാസവൻ. RBI ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ഈ തിട്ടൂരങ്ങൾ ശരിയായതല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധികളെ മറികടന്നുകൊണ്ടുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തണമല്ലോ. നിയമത്തെ വെല്ലുവിളിക്കലല്ലേ അത്. അതേസമയം സഹകരണ മന്ത്രിയുടെ അധ്യക്ഷതയിൽ സഹകാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ ഉൾപ്പെടുത്തി സഹകരണ സംരക്ഷണ സമിതിയും രൂപീകരിച്ചു. ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ജില്ലാടിസ്ഥാനത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും തീരുമാനമായി. 24 തിരുവനന്തപുരം.
വാർത്ത തുടരുന്നു. നമ്മൾ ഇനി പോകുന്നത് കാലാവസ്ഥാ മുന്നറിയിപ്പിലേക്കാണ്. ബംഗാൾ ഉൾക്കടലിൽ നാളെയും അറബിക്കടലിൽ മറ്റന്നാളും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത തുടരുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഇന്നത്തെ അറിയിപ്പുകളിലേക്ക് നമ്മൾ വന്നാൽ മിക്കവാറും എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതായി തോന്നും. കാസർഗോഡും കണ്ണൂരും ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് മഴയ്ക്കുള്ള സാധ്യത ഈ ജില്ലകളിലൊക്കെ നിലനിൽക്കുന്നു. നാളത്തെ മുന്നറിയിപ്പുകൾ കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ തിരുവനന്തപുരവും കൊല്ലവും ഒഴിവാകുന്നു. നമ്മൾ കാണുന്നത് പോലെ മറ്റെല്ലാ ജില്ലകളിലും നാളെ യെല്ലോ മുന്നറിയിപ്പാണ്. അതായത് പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും നാളെ മഴ മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനൊപ്പം തന്നെ ശക്തമായ കാറ്റും ഈ ജില്ലകളിലൊക്കെ ഇന്നും നാളെയും ഒക്കെ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത്. കടലിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഇന്ന് ലക്ഷദ്വീപ് തീരത്തും നാളെ കേരള കർണാടക തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് അട്ടപ്പാടിയിലേക്കാണ്. അട്ടപ്പാടിയുടെ നേർചിത്രവുമായി 24 പരമ്പര. ശിശുമരണം തുടർക്കഥയാകുന്നത് എന്തുകൊണ്ട്? അട്ടപ്പാടിയിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ വാർത്താ സംഘത്തിന് മുന്നിലുണ്ടായിരുന്ന ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമായി തെളിഞ്ഞു വരുന്നത് മറ്റു ചില വിവരങ്ങളാണ്. അട്ടപ്പാടിയിൽ ജനനി ജന്മരക്ഷാ പദ്ധതിയിലേക്ക് തുക എത്തിയിട്ട് 8 മാസമായി. കഴിഞ്ഞ മാർച്ചിന് ശേഷം ഗർഭിണികൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള തുക കോട്ടത്തറ ട്രൈബൽ ആശുപത്രിക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 18-നും തുക അടിയന്തരമായി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഹെൽത്ത് മിഷന് ആശുപത്രി അധികൃതർ കത്തയച്ചു. ജനനി ജന്മരക്ഷാ പദ്ധതിയുടെ തുക മുടങ്ങിയിട്ടില്ല എന്ന മന്ത്രി കെ രാധാകൃഷ്ണന്റെ വാദം തെറ്റാണെന്ന് രേഖകൾ വ്യക്തമാക്കുകയാണ്. 24 എക്സ്ക്ലൂസീവ്. ജന്മരക്ഷാ പദ്ധതിയുടെ തുക 8 മാസത്തോളമായിട്ട് എല്ലാം അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. അല്ല, എത്ര വേണമെങ്കിലും അത് കൊടുക്കും കേട്ടോ. ഗർഭിണികളായ സ്ത്രീകൾക്ക് പോഷകാഹാരങ്ങളും മതിയായ പരിചരണവും ഉറപ്പാക്കാൻ പ്രസവത്തിന് മുൻപും ശേഷവും 18 മാസം തുക ലഭ്യമാക്കേണ്ട പദ്ധതി അട്ടപ്പാടിയിലെ പല ഊരുകളിലേക്കും എത്തി നോക്കിയിട്ട് പോലുമില്ല. ചിലർക്ക് കുറച്ചു മാസം മാത്രം തുക ലഭിച്ചു. ഇനി അവസാനമായി അട്ടപ്പാടിയിലേക്ക് ജനനി പദ്ധതിക്കായുള്ള തുക എത്തിയത് എപ്പോഴെന്ന് കാണുക. കഴിഞ്ഞ മാർച്ചിന് ശേഷം ക്ഷേമ ഫണ്ടിൽ നിന്ന് തുക എത്തിയിട്ടില്ല. അതായത് കഴിഞ്ഞ 8 മാസമായി ഗുണഭോക്താക്കൾക്ക് പണം ലഭിച്ചിട്ടില്ലെന്ന് ചുരുക്കം. ഗർഭിണികൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള തുക അടിയന്തരമായി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി സൂപ്രണ്ട് നാഷണൽ ഹെൽത്ത് മിഷന് കഴിഞ്ഞ 18-ന് അയച്ച കത്തിന്റെ പകർപ്പും 24-ന് ലഭിച്ചു. അട്ടപ്പാടിയിൽ കോവിഡ് അനുബന്ധ ചികിത്സകൾക്കായി ചിലവഴിച്ച തുകയും ആശുപത്രിക്ക് ലഭിച്ചിട്ടില്ല. കോവിഡ് ICU അടക്കം ക്രമീകരിച്ചെങ്കിലും തുക നൽകാത്തത് ആശുപത്രിയുടെ ബാധ്യത ഇരട്ടിയാക്കി. നിലവിൽ പട്ടിക വിഭാഗ ക്ഷേമ വകുപ്പിൽ നിന്നുള്ള തുക മാത്രമാണ് ആശുപത്രിയിൽ കൃത്യമായി എത്തുന്നത്. പ്രതിമാസം 2000 രൂപയെന്നത് അട്ടപ്പാടിയിലെ ആദിവാസി അമ്മമാർക്ക് അവരുടെ പ്രസവകാലത്തെ വലിയ സഹായം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതിയ മാസ്റ്റർ പ്ലാനിലും പ്രഥമ പരിഗണന നൽകേണ്ടത് ഇതിന് തന്നെ. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. അട്ടപ്പാടിയിൽ ഇത്തവണ ആദ്യത്തെ ശിശുമരണം നടന്ന കുറുക്കത്തിക്കല്ല് കോളനിയിലേക്ക് 24 വാർത്താ സംഘം എത്തി. കോട്ടത്തറയിലെ റഫർ ചികിത്സ മൂലം പെരിന്തൽമണ്ണയിലേക്ക് പ്രസവത്തിന് പോയ കുടുംബത്തിന് 3 മാസം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ വെച്ചാണ് കുഞ്ഞിനെ നഷ്ടമായത്. ഹൃദയസംബന്ധമായ അസുഖമായിരുന്നു കാരണം. പക്ഷേ പ്രസവ സമയത്ത് രോഗം കണ്ടെത്തിയിരുന്നില്ല. അട്ടപ്പാടിയിൽ നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അട്ടപ്പാടിയിൽ ഈ വർഷത്തെ ആദ്യത്തെ ശിശുമരണം നടന്ന കുറുക്കത്തിക്കല്ല് കോളനിയിലേക്കാണ് എൻ്റെ യാത്ര. ഈ വർഷത്തെ ആദ്യത്തെ ശിശുമരണം ഈ വീട്ടിലെ കുഞ്ഞായിരുന്നു. എങ്ങനെയാണ് മരിച്ചത്? ഹോസ്പിറ്റലിൽ കുട്ടിക്ക് ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം അത് ബാധിക്കില്ല, 10-20 വയസ്സാകുമ്പോഴേ അത് ബാധിക്കുള്ളൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ആ സമയത്ത് നാത്തൂന് ഞങ്ങൾ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റ് ആക്കിയത്. നാത്തൂന് ഫിക്സ് ഇളകിയിട്ടുണ്ടായിരുന്നു, BP കൂടിയിട്ട്. അപ്പോൾ ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർമാർ. പക്ഷെ ഇപ്പോൾ സംഭവിക്കില്ല, അത് 10-20 വയസ്സാകുമ്പോഴത് സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നാത്തൂനോട് പതുക്കെ എല്ലാം ശരിയാവുമ്പോൾ ഞങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കോട്ടത്തറ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വിട്ടു. ഇവർ ചികിത്സ തേടിയത് പെരിന്തൽമണ്ണയിലെ EMS ആശുപത്രിയിലായിരുന്നു. സ്വാഭാവികമായിട്ട് കോട്ടത്തറയിൽ നിന്ന് റെഫർ ചെയ്തതാണ് അവരെ.
എന്തുകൊണ്ടാണ് അവിടെ ചികിത്സ തേടാൻ വേണ്ടി ഇവിടുന്ന് പറഞ്ഞതുകൊണ്ടാണോ അങ്ങോട്ട് പോയത്? കോട്ടത്തറയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടാണ്. പെരിന്തൽമണ്ണ BP കൂടുതലാന്ന് പറഞ്ഞിട്ട് ബ്ലഡ് കുറവാന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് സ്കാനിങ് ചെയ്തൊന്നും പറഞ്ഞ് ഹാർട്ട് പ്രോബ്ലം ഉണ്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കൈ കാലും നീളം കുറവുണ്ടെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. കുട്ടി നല്ല കുട്ടിയായിട്ടാണ് ചേച്ചി പ്രസവിച്ചത്. പക്ഷേ സിസേറിയൻ ആയിരുന്നു. ചേച്ചിക്ക് BP ആയതുകൊണ്ട് സിസേറിയൻ ചെയ്തെടുത്തു. പക്ഷെ കുട്ടിയുടെ കൈയിനോ കാലിനോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ശ്വാസം മുട്ടുക പോലെ എനിക്ക് തോന്നിയപ്പോൾ സമയം രാത്രി പകലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കൊടുത്തറയിൽ. വെയിറ്റും കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്റേ 6 മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മാസം കഴിയാത്ത മുമ്പ് തന്നെ കുഞ്ഞ് മരിച്ചു. കൃത്യമായ ഈ കുഞ്ഞിൻ്റെ രോഗാവസ്ഥ കണ്ടെത്താൻ ആശുപത്രി അധികൃതർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. രഞ്ജിത്ത് ആർപ്പാപ്പിക്കൊപ്പം അട്ടപ്പാടിയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. അട്ടപ്പാടി കോട്ടത്തറ ആശുപത്രിയിൽ മികച്ച ചികിത്സ നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പീഡിയാട്രിക് ICU ഉൾപ്പെടെയുള്ള സംവിധാനം സജ്ജമാക്കും. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തും. അട്ടപ്പാടിയിൽ കൂടുതൽ ആംബുലൻസ് നൽകാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പട്ടികജാതി വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു. കോട്ടത്തറ ട്രൈബൽ ഹോസ്പിറ്റലിൽ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതായത് ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ഇവരെ റെഫർ ചെയ്ത് മറ്റ് ആശുപത്രികളിലേക്ക് വിടാതെ അവിടെ തന്നെ സൗകര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ പീഡിയാട്രിക് കെയർ അത് ഏറ്റവും മികച്ച രീതിയിൽ അവിടെ നൽകുക. അതുപോലെ തന്നെ ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും മികച്ച ചികിത്സ കോട്ടത്തറ ട്രൈബൽ ഹോസ്പിറ്റലിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. പട്ടികവർഗ വികസന വകുപ്പും ആരോഗ്യ വകുപ്പും അതുപോലെ തദ്ദേശ വകുപ്പും ഒക്കെ തന്നെ എല്ലാവരും സംയുക്തമായി ആലോചിച്ചുകൊണ്ട് വളരെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടാകും. ഈ ഹോസ്പിറ്റൽ തന്നെ മികച്ച ഹോസ്പിറ്റലാക്കി മാറ്റണം എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ സംഘടനാ പ്രശ്നങ്ങളിൽ നിലപാട് കടുപ്പിക്കുകയാണ് AI ഗ്രൂപ്പുകൾ. UDF ഏകോപന സമിതി യോഗം മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇന്ന് ബഹിഷ്കരിച്ചു. UDF യോഗത്തിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം നേതാക്കളോട് ചോദിക്കുമെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. അതേസമയം കേരയിൽ വിഷയത്തിൽ സർക്കാരിനെതിരെ സമരം കടുപ്പിക്കാനാണ് UDF യോഗത്തിൽ തീരുമാനമായത്. കോൺഗ്രസ് സംഘടനാ പ്രശ്നങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് AI ഗ്രൂപ്പുകൾ. നിരന്തരമുള്ള അവഗണനയും ചർച്ചകളില്ലാതെയുള്ള ഔദ്യോഗിക വിഭാഗത്തിന്റെ നീക്കത്തിനുമെതിരെ തിരിച്ചടി നൽകാനാണ് മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ശ്രമം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനെത്തിയ ഇരു നേതാക്കളും പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ നടന്ന UDF യോഗത്തിൽ പങ്കെടുക്കാതെയാണ് മടങ്ങിയത്. ഔദ്യോഗിക വിഭാഗം തീരുമാനിക്കുന്ന പരിപാടികളിൽ നിന്നും ഇരു നേതാക്കളും വിട്ടുനിൽക്കുമെന്ന സൂചനയാണ് UDF യോഗം ബഹിഷ്കരിച്ചതിലൂടെ പുറത്തുവരുന്നത്. എന്നാൽ കണ്ണൂരിലായിരുന്ന K സുധാകരൻ യോഗത്തിൽ പങ്കെടുക്കാത്തത് ഉയർത്തിയാണ് മുതിർന്ന നേതാക്കളുടെ ബഹിഷ്കരണത്തെ UDF കൺവീനർ MM ഹസൻ പ്രതിരോധിച്ചത്. ഇന്നത്തെ യോഗം ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ഒരു അടിയന്തര യോഗമായി വിളിച്ചതാണ്. KPCC പ്രസിഡന്റും ഉണ്ടായിരുന്നില്ല, ഇവരും യോഗത്തിനെത്തിയിരുന്നില്ല. യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് മാത്രമേ UDF കൺവീനർ എന്നുള്ളതിലേക്ക് എനിക്കറിയാവൂ. UDFൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യോഗത്തിൽ അവർ പങ്കെടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് തീർച്ചയായിട്ടും ഞാനും പ്രതിപക്ഷ നേതാവ് അവരെ വിളിച്ച് ചോദിക്കുമല്ലോ. അതേസമയം കേരളിനെതിരെ സംസ്ഥാന വ്യാപകമായി ഡിസംബർ 18 പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ UDF യോഗം തീരുമാനിച്ചു. സിൽവർ ലൈൻ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ജനകീയ സമിതികൾക്ക് രൂപം നൽകും. സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തും. ശിശുമരണം തുടരുന്ന അട്ടപ്പാടിയിൽ 6 പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF സംഘം സന്ദർശനം നടത്തും. 24 തിരുവനന്തപുരം. പാർട്ടിക്ക് പുറത്താകുമെന്ന് മാസങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നുവെന്ന് മമ്പറം ദിവാകരൻ. K സുധാകരനല്ലാതെ തനിക്കെതിരെ ശബ്ദമുണ്ടാകില്ല. ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറഞ്ഞവർ പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്നും മമ്പറം ദിവാകരൻ ആരോപിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് മമ്പറം ദിവാകരന്റെ പ്രതികരണം. പാർട്ടിയിൽ നിന്ന് പുറത്താകുമെന്ന് മാസങ്ങൾക്ക് മുൻപ് അറിയാമായിരുന്നു. തന്നെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ആശുപത്രിയിൽ DCC കൈകടത്തൽ. DCCക്ക് ആശുപത്രിയിൽ അധികാരമില്ലെന്നും ദിവാകരൻ. DCCയും ഞാൻ ഈ ഇന്ദിരാഗാന്ധി ആശുപത്രിയായിട്ട് യാതൊരു ബന്ധമില്ല. അത് ഞാൻ ഏത് വേദിയിലും പറയാൻ തയ്യാറാണ്. കാരണം ഇത് പൂട്ടിക്കിടന്ന ഒരു ആശുപത്രിയാണ്. 1969 മുതൽ K സുധാകരനും താനും 2 ധ്രുവങ്ങളിലാണ്. K സുധാകരന്റെ എല്ലാ സ്വഭാവവും തനിക്കറിയാം. K സുധാകരനല്ലാതെ തനിക്കെതിരെ ശബ്ദമുണ്ടാകില്ലെന്നും മമ്പറം ദിവാകരൻ പറഞ്ഞു. K സുധാകരനല്ലാതെ കണ്ണൂർ ജില്ലയിൽ എന്നെ 10,000-കണക്കിന് ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. ഈ K സുധാകരനല്ലാതെ മറ്റൊരു വ്യക്തി എനിക്കെതിരെ ഇവർ കോൺഗ്രസിൻ്റെ ശബ്ദം എതിർ ശബ്ദം ഉണ്ടാവില്ല.
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നോട് ആരും ചർച്ച നടത്തിയിട്ടില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചവൻ ജനാധിപത്യപരമായ വഴിയിലൂടെ വീണുകിടക്കുമെന്നും മമ്പറം ദിവാകരൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എൻ്റെ ശ്വാസമാണ്, എൻ്റെ പ്രാണവായുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് എന്നെ ആരെങ്കിലും പുറത്താക്കാൻ ശ്രമിച്ചാൽ ആ പുറത്താക്കാൻ ശ്രമിച്ചവൻ വീണ് കിടക്കും. യാതൊരു സംശയവുമില്ല, ജനാധിപത്യപരമായ വഴിയിൽ കൂടി. എന്നാൽ NCPയിലേക്കോ മറ്റു പാർട്ടികളിലേക്കോ ഇല്ല. കോൺഗ്രസുകാരനായി തന്നെ തുടരും. കെ സുധാകരനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും മമ്പറം ദിവാകരൻ പറഞ്ഞു. 24 കണ്ണൂർ. 24 വാർത്ത തുടരുന്നു. സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന കേരളത്തിലെ പ്രധാന റോഡുകളിലൂടെ 24 വാർത്താ സംഘത്തിന്റെ യാത്ര തുടരുന്നു. റോഡിലെ കുഴികളിൽ വീണുണ്ടാകുന്ന അപകടങ്ങളിൽ പ്രതികരണവുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. മഴ നിന്നാലേ കുഴിയടക്കൽ നടപടികൾ നടത്താനാകൂവെന്ന് മന്ത്രി വ്യക്തമാക്കി. 119 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. പ്രത്യേക വിജിലൻസ് സംവിധാനം നിർമ്മാണ പ്രവൃത്തികൾ പരിശോധിക്കുകയാണെന്നും 6 മാസത്തിനുള്ളിൽ അടിയന്തര നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഴ നിൽക്കണം, പ്രധാനമാണ്. മഴ നിൽക്കാതെ നമുക്ക് കുഴി അടക്കാൻ വേണ്ടി പറ്റില്ല. സർവകാല റെക്കോർഡോടുകൂടിയാണ് മഴ പെയ്യുന്നത്. എന്നാണ് മഴ അവസാനിക്കുന്നത് അതിൻ്റെ പിറ്റേന്ന് മുതൽ പ്രവൃത്തി നടത്താൻ 119 കോടി രൂപ ഭരണാനുമതി നൽകുകയും അതിൻ്റെ ഓരോ പ്രവൃത്തിയും പരിശോധിക്കാൻ പ്രത്യേക ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ട്. യഥാസമയം പ്രവൃത്തി പരിശോധിക്കുക, യഥാസമയം പ്രവൃത്തി പൂർത്തീകരിക്കുക, അതിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക. ഇതിനു വേണ്ടി പൊതുമരാമത്ത് പരിപാലന വിഭാഗം, റോഡ് മെയിൻ്റെനൻസ് വിഭാഗം, അതുപോലെ തന്നെ പൊതുമരാമത്തിൻ്റെ വിജിലൻസ് സംവിധാനവും പ്രത്യേക ചെക്കിംഗ് ഇതിൻ്റെ ഭാഗമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പഴകുറ്റി നെടുമങ്ങാട് റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് 24നോട് പറഞ്ഞു. ശരിയായ ഡ്രെയിനേജ് സംവിധാനം ഉറപ്പാക്കും. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ മുൻകൈയെടുത്തതായും മന്ത്രി വ്യക്തമാക്കി. 24 ഇംപാക്ട്. ദീർഘകാലമായി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരം കാണാൻ പറ്റും. നമുക്കറിയാം, മഴ നിൽക്കുന്നില്ല. മഴ പെയ്യുന്നതിനനുസരിച്ച് റോഡിൻ്റെ നടുവിൽ നിന്നും 2 ഭാഗത്തേക്കും വെള്ളം ഒഴുകി അവിടെ നിന്നും ഡ്രെയിനേജ് പോകണം. ഡ്രെയിനേജ് ഇല്ലാത്ത സ്ഥിതിക്ക് മഴവെള്ളം റോഡിൽ തന്നെ നിൽക്കുകയാണ്. റോഡ് തകരുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ നാട് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നന്നായി ടാർ ചെയ്ത റോഡ് വാട്ടർ അതോറിറ്റി ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് വേണ്ടി ഒഴിക്കുന്ന പ്രശ്നം. പിന്നീട് അത് പഴയ പോലെ ആവുന്നില്ല. അപ്പോൾ അത് പരിഹരിക്കാൻ മന്ത്രിതലത്തിൽ ചർച്ച ചെയ്ത് 2 വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ കൂടി ഇരുത്തി അത് ഒരു ശാശ്വത പരിഹാരം കാണുക എന്നുള്ളതാണ്. തനിക്കെതിരെ വരുന്ന ട്രോളുകൾക്കും മന്ത്രി മറുപടി നൽകി. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ആ മറുപടിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയുള്ളതിനാൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ലെന്നാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം മിന്നൽ സന്ദർശനം തുടരും. ജനം ഒപ്പമുണ്ടെന്നുള്ള വിശ്വാസമാണ് തനിക്കുള്ളതെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ ഉണ്ടാവണം, ഇല്ലെങ്കിൽ അടുത്ത ട്രോൾ അതായിരിക്കും. മന്ത്രിയെ കാണാനില്ല, മന്ത്രി എവിടെ? അപ്പം പറയേണ്ടവർക്ക് എന്തായാലും പറയാനുണ്ടാവും. ജനങ്ങൾ തീരുമാനിക്കട്ടെ, പറയേണ്ടവർ പറയട്ടെ, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. റെസ്റ്റ് ഹൗസ് ഓൺലൈൻ ആക്കണം, റെസ്റ്റ് ഹൗസിൽ ഓൺലൈൻ ബുക്കിംഗ് വേണം, റെസ്റ്റ് ഹൗസിൽ ശുചിത്വം വേണമെന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ട് മന്ത്രി ഓഫീസിൽ ഇങ്ങനെ കയ്യും കെട്ടി ഇരുന്ന് പോയാൽ അത് നടക്കുമോ? മന്ത്രിയും ചെക്ക് ചെയ്യണം, ഉദ്യോഗസ്ഥരും ചെക്ക് ചെയ്യണം, ഉദ്യോഗസ്ഥ തലത്തിലുള്ള പരിശോധന നടത്തണം, ഫീൽഡിലെ പരിശോധനയും നടത്തണം. റോഡ് പ്രവൃത്തിയുടെ കാര്യത്തിലും ഈ 6 മാസത്തിനിടയിൽ എല്ലാ ജില്ലകളിലും ഒട്ടുമിക്ക താലൂക്കുകളിലും സന്ദർശനം നടത്തി 100-ലധികം പ്രവൃത്തി നേരിട്ട് കണ്ടു. അതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. മോൻസൺ മാവുങ്കലിന്റെ മുൻ ഡ്രൈവർ അജിത്തിന്റെ ഹർജിയിൽ ഇഡിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ. കേസിൽ CBI അന്വേഷണമാകാമെന്ന ഇഡിയുടെ നിലപാടിന് പിന്നിൽ മറ്റു പ്രേരണകളാണ്. അടുത്ത കാലത്തായി പല കേസുകളിലും ഇഡിയുടെ ഇടപെടൽ ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്നും സത്യവാങ്മൂലത്തിൽ സർക്കാർ ആരോപിക്കുന്നു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട മോൻസൺ മാവുങ്കലിന്റെ മുൻ ഡ്രൈവർ അജിത്ത് നൽകിയ ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഹൈക്കോടതി കക്ഷി ചേർത്തിരുന്നു. ഇതിൽ വാദം കേൾക്കവേ CBI അന്വേഷണം ഉചിതമാകുമെന്ന് ED ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി. ഇതിനെതിരെയാണ് സത്യവാങ്മൂലത്തിലൂടെ സംസ്ഥാന സർക്കാർ തിരിച്ചടിച്ചത്. EDയുടെ നിലപാടിന് പിന്നിൽ മറ്റ് പ്രേരണകളാണെന്നും അടുത്ത കാലത്തായി പല കേസുകളിലും EDയുടെ ഇടപെടൽ ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്നും സത്യവാങ്മൂലത്തിൽ സർക്കാർ ആരോപിച്ചു. നിലവിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമായാണ് മുന്നോട്ടു പോകുന്നത്. EDയെ കക്ഷി ചേർക്കാനുള്ള ആവശ്യം ഹർജിയിലില്ലാത്തതാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. ഇതേ കേസിൽ കോടതിയുടെ ഇടപെടലിനെയും സത്യവാങ്മൂലത്തിൽ ക്രൈംബ്രാഞ്ച് വിമർശിച്ചു. ഹർജിയിലെ ആവശ്യങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ കോടതി ഇടപെടുന്നത് തെറ്റാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. എസ് ശ്രീകാന്ത്, 24
കൊച്ചി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയാണ് അവിടെ. വേദിയിലേക്ക് തത്സമയം. ചിത്രം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ആണധികാര വ്യവസ്ഥയിൽ അടുക്കള എന്ന ഇടം എത്രമാത്രം സ്ത്രീ വിരുദ്ധമായി മാറുന്നുവെന്ന സാമൂഹിക യാഥാർത്ഥ്യത്തെ മിതമായ സംഭാഷണങ്ങളിലൂടെയും വാചാലമായ ദൃശ്യങ്ങളിലൂടെയും അവതരിപ്പിച്ച രചനാ മികവിന് മികച്ച ഛായാഗ്രാഹകൻ ചന്ദ്രു സെൽവരാജ്. ചിത്രം കയറ്റം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ചന്ദ്രുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച ഛായാഗ്രാഹകൻ ചന്ദ്രു സെൽവരാജ്. ചിത്രം കയറ്റം. യഥാതഥവും മായികവുമായ ഒരു കഥാപശ്ചാത്തലത്തെ കഥയ്ക്കിണങ്ങുന്ന വിധത്തിലുള്ള വർണ്ണ വെളിച്ച വിന്യാസങ്ങളിൽ പകർത്തിയ ഛായാഗ്രഹണ മികവിന് മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള ആദ്യത്തെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് 3 പേർ ചേർന്നാണ്. ലവ് എന്ന ചിത്രത്തിന് വേണ്ടി ആക്സൽ മീഡിയയ്ക്ക് വേണ്ടി സർജാസ് മുഹമ്മദ്, ഡിജി ബ്രിക്സ് എന്റർടൈൻമെന്റിന് വേണ്ടി അനീഷ് ദയാനന്ദൻ ആൻഡ് സുമേഷ് ഗോപാൽ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ഇവരെ 3 പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച വിഷ്വൽ എഫക്ട്സ് സർജാസ് മുഹമ്മദ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിതരണം ചെയ്യുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. അതിജീവനത്തിനായി ഈ കോവിഡ് കാലത്തും മുന്നേറിയ കലാകാരന്മാർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. പാതയോരത്ത് കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും ഹൈക്കോടതി. ആര് പറഞ്ഞാലും കേരളം നന്നാകില്ലെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ നിറയെ കൊടിമരങ്ങൾ കണ്ടു. ഇതിൽ ഭൂരിഭാഗവും ചുവന്ന കൊടിമരങ്ങളായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അനധികൃതമായി കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെയും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുമുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി പരാമർശം. സംസ്ഥാനത്തുടനീളം തോന്നുന്ന രീതിയിൽ കൊടിമരങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് നിയമവ്യവസ്ഥയുടെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ശബരിമല വാർത്തകൾ. ഡിയറസ്റ്റ് 100 ചന്ദനത്തിരികൾ ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് ഡിയറസ്റ്റ് 100 ചന്ദനത്തിരികൾ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇൻ അസോസിയേഷൻ വിത്ത് ഗോപുരം മഞ്ഞൾപ്പൊടി കുങ്കുമം ചന്ദനത്തിരികൾ. പാരമ്പര്യം പരിശുദ്ധം. ശബരിമല ദർശനം നടത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന. വെർച്വൽ ക്യൂ വഴി ഇന്ന് ബുക്ക് ചെയ്ത 25,271 പേരിൽ 13,248 പേരും ഉച്ചയ്ക്ക് മുൻപേ ദർശനം നടത്തി. നട തുറന്ന് ഇന്നലെ വരെ 1,53,688 പേരാണ് സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. തിരക്ക് വർദ്ധിച്ചതോടെ നിലയ്ക്കലിലും പമ്പയിലും നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകി. ശബരിമലയിൽ ആദ്യ ആഴ്ച അപേക്ഷിച്ച് തിരക്ക് വർദ്ധിച്ചു. ഇന്ന് ബുക്ക് ചെയ്തിരുന്ന 25,271 പേരിൽ ഉച്ചവരെ 13,248 പേർ ദർശനം നടത്തി. വെർച്വൽ ക്യൂ വഴി 2,31,020 പേർ ബുക്ക് ചെയ്തതിൽ ഇന്നലെ വരെ 1,53,682 പേർ ദർശനം നടത്തിയിട്ടുണ്ട്. ശനിയും ഞായറും തീർത്ഥാടകരുടെ വരവ് വർദ്ധിച്ചു. ഇന്ന് കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തീർത്ഥാടകർ വലിയ തോതിലെത്തി. തീർത്ഥാടകർക്ക് ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചതോടെ നിലയ്ക്കലും പമ്പയിലും നിയന്ത്രണങ്ങളിൽ ഇളവ്. രാത്രി 12 മണി മുതൽ നിലയ്ക്കലിൽ നിന്ന് ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിടും. പമ്പയിൽ നിന്നും പുലർച്ചെ 2 മണി മുതൽ ഭക്തരെ മല കയറാൻ അനുവദിക്കും. ഈ ക്രമീകരണം തുടരാനാണ് തീരുമാനം. തീർത്ഥാടകർക്കായി KSRTC ബസ്സുകൾ ചെയിൻ സർവീസുകൾ നടത്തുന്നുണ്ട്. 24 സന്നിധാനം. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.